നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച നടിയെ അപകീർത്തിപ്പെടുത്തും വിധം സംസാരിച്ച നടൻ ദിലീപിനെതിരെ രൂക്ഷ വിമർശനം. തന്റെ മനസാക്ഷി ശുദ്ധമാണെന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചാൽ നിയമ നടപടി ആലോചിക്കുമെന്നും നടി പറഞ്ഞു. വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയും ഫെഫ്കയും ദിലീപിനെതിരെ രംഗത്ത് വന്നു. ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ ന്യൂസ് നൈറ്റിലായിരുന്നു ദിലീപ് വിവാദത്തിന് ഇടയാക്കിയ പ്രതികരണം നടത്തിയത്. റിപ്പോർട്ടറിന്റെ ന്യൂസ് നൈറ്റിൽ ദിലീപ് ആക്രമണത്തിനിരയായ നടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിച്ചത് രൂക്ഷമായ പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചത്. നടിയും പൾസർ സുനിയും ഒരുമിച്ച് നടന്ന ആളുകളാണെന്നും കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണമെന്നുമായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ആരെ കേട്ട് കൂട്ടുകൂടണമെന്ന് എല്ലാവരും ചിന്തിക്കണം. മനസ്സിലായില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ? അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. ആരൊക്കെ ഈ പറയുന്ന ആൾക്കാർ, ഇപ്പൊ നികേഷ് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ? ഈ പ്രമുഖ അന്വേഷിച്ചോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഈ പ്രമുഖ നടിയും ഡ്രൈവറും ഒന്നിച്ച് നടന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരല്ലേ? ഞാൻ കണ്ടിട്ടില്ല ഇവരെയൊന്നും. അല്ല, അക്കാര്യത്തില് ദിലീപിന് ഉള്ള ഇൻഫർമേഷൻ എന്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. സംവിധായകൻ ലാൽ ഇവരൊക്കെ തന്നെയും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നു. ഭയങ്കര എല്ലാവരും കൂട്ടായിട്ട് അവരവർക്ക് ഒരുമിച്ച് ഗോവയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞല്ലേ. അതാണ് അപകടത്തിന് വഴിവെച്ചത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ നോക്കണ്ടേ. ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടണം? ഞാൻ എന്തായാലും ഈ വക ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറുമല്ല. ഞാനത് വളരെ ശ്രദ്ധിച്ചടക്കുന്ന ഒരാളാണ്. ദിലീപിന്റെ പ്രതികരണം വല്ലാതെ വിഷമിപ്പിച്ചുവെന്ന് നടി പ്രതികരിച്ചു. എന്റെ മനസാക്ഷി ശുദ്ധമാണ്, ആരെയും ഭയക്കുന്നില്ല. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിൽ നിയമ നടപടി കൈക്കൊള്ളാനും തയ്യാറാണെന്ന് നടി മാധ്യമങ്ങൾക്കയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞു. പുറത്തുവന്ന പേരുകൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ എന്റെ കയ്യിൽ തെളിവില്ല എന്ന് നടി പറഞ്ഞതും ശ്രദ്ധേയമായി. ദിലീപിന്റെ പ്രതികരണത്തിനെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ വിമൻ കളക്റ്റീവും രംഗത്ത് വന്നു. ലൈംഗികാതിക്രമം അതിജീവിച്ച ആളെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്നും ഇതിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും കളക്റ്റീവ് പറഞ്ഞു. അതേസമയം നടിയും സുനിയും സുഹൃത്തുക്കളാണെന്ന് ദിലീപ് പറഞ്ഞത് മോശം അർത്ഥത്തിലായിരിക്കില്ലെന്ന് സംവിധായകൻ ലാൽ പറഞ്ഞു. ദിലീപ് വല്ലാത്ത മാനസിക സംഘർഷത്തിൽ പറഞ്ഞതാകാമെന്നും ലാൽ കൂട്ടിച്ചേർത്തു. ഇപ്പൊ ദിലീപ് പറഞ്ഞു പോയാൽ അതിനകത്ത് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ആ മാനസികാവസ്ഥയിലായിരിക്കും ദിലീപ്. ഒരാളെ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാവരും കൂടി ടോർച്ചർ ചെയ്യാം. ഒന്നും രണ്ടും പേരല്ല, ഈ കേരളം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളും എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സജി നന്ദ്യാട്ട്, പി ഗീത, ജോർജ് ജോസഫ്, മുൻ SP ജെയിംസ് വടക്കംചേരി, ക്രിമിനോളജിസ്റ്റ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ സജി നന്ദ്യാട്ട്, ആരുമൊക്കെയായി കൂട്ടുകൂടണം എന്ന് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്നാണ് ദിലീപ് പറയുന്നത്. ലാൽ അത് നിഷേധിക്കുന്നു. ലാലാണിത് പറഞ്ഞതെന്നാണല്ലോ ദിലീപ് ഇന്നലെ ഇതേ പരിപാടിയിൽ തന്നെ സൂചിപ്പിച്ചത്. ലാൽ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ പരിചയം മാത്രമേ പൾസർ സുനിയുമായി ഉണ്ടായുള്ളൂ എന്നാണ് ലാൽ ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ വലിയൊരു നിരുത്തരവാദപരമായ സമീപനമാണ് ദിലീപ് എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കിക്കാനാവില്ല. റൈറ്റ്, സജി നന്ദ്യാട്ടിലേക്ക് മടങ്ങിയെത്താം. ജോർജ് ജോസഫ്, ശ്രീ ജോർജ് ജോസഫ്, എന്തുകൊണ്ടായിരിക്കണം ഈ നിലയിൽ ഒരു പ്രതികരണവുമായി ദിലീപ് ഇപ്പോൾ വരുന്നത്? ആമുഖമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. പല ചാനലിലും ഞാനൊരു പ്രൊഫഷണൽ ഒപ്പീനിയൻ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ദിലീപിനെയോ പൾസർ സുനിയോ ഈ നടിയോ ആരെയും പരിചയമില്ല. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന് ചില ഡിസ്പ്ലഷർ ദിലീപിൻ്റെ ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഇതൊരു കൊട്ടേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് പോലീസും അങ്ങനെ കരുതുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കൊട്ടേഷന് നടപ്പാക്കണമെങ്കിൽ അതിനൊരു മോട്ടീവ് വേണം. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണലായ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതിനകത്ത് ഒരാളെ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനൊന്നുമല്ല. ഇപ്പം ദിലീപ് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിൻ്റെ ഒപ്പം ഞാൻ നിൽക്കും. പക്ഷേ നമുക്കൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു മോട്ടീവ് വേണം. കൊട്ടേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോട്ടീവ് വേണം. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. എൻ്റെ ആദ്യത്തെ പ്രശ്നം ഇന്നലെ ദിലീപ് പറഞ്ഞത് തന്നെയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ആരുമൊക്കെയായി കൂട്ടുകൂടണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് പ്രമുഖ നടി
പൾസർ സുനിയുമായി സൗഹൃദത്തിലുണ്ടായിരുന്നുവെന്ന് എന്നോട് ലാൽ പറഞ്ഞതായി ദിലീപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലാൽ ഇന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമേ പൾസർ സുനിയും പ്രമുഖ നടിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത്തരത്തിലുള്ളൊരു വിശദീകരണവുമായി ലാൽ വരുന്നതിലൂടെ എന്തിനാണ് ദിലീപ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന സംശയം ഉയരുകയാണ്. നികേഷ്, ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു. ഈശ്വര മടങ്ങി വരണമേ, ഇതിന് ഉത്തരം വരണമേ. ദ ഹോളി ബൈബിൾ സങ്കീർത്തനം. നികേഷ്, ഇവിടുത്തെ പ്രശ്നം ഇന്ന് നികേഷ് ശ്രദ്ധിച്ചു കാണും. ദിലീപിനെതിരായി നവമാധ്യമങ്ങളിൽ പൊങ്കാലയിട്ട ചെറുപ്പക്കാർ ഇന്നലത്തോടുകൂടി ട്യൂൺ മാറ്റിയിരിക്കുന്നു. ദിലീപ് അല്ല ഇത് ചെയ്തത് എന്ന് കേരള പൊതുസമൂഹത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താ? ദിലീപിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പ്രസ്താവനയാണ്. ഫേസ്ബുക്കിൽ ഒരാൾ പ്രസ്താവന ഇട്ടാൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എന്താ ദിലീപ് പ്രസ്താവന ഇട്ടത്? എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ ചോരക്കായി ദാഹിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ നുണപരിശോധന ഉൾപ്പെടെ നാർക്കോ അനാലിസിന് തയ്യാർ. ഇത് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് തോന്നുന്നവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ മാനസിക വൈകൃതം അത്. മലയാള സിനിമയിലും ശ്രീ ജോർജ് ജോസഫും ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ഉത്തരം പറയുന്നത്. നിങ്ങൾ എന്തോ കരുതി വെച്ച് വന്ന് അത് പറയുകയാണ് ചെയ്യുന്നത്. ശ്രീ സച്ചിദാനന്ദ, എന്റെ ചോദ്യം ഇതാണ്. ദിലീപ് കഴിഞ്ഞ ദിവസം വലിയ സ്ത്രീ വിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയത്. അതാണ് ഇന്ന് വിമൻ കളക്റ്റീവ് ആയാലും മറ്റ് വ്യക്തികളായാലും സിനിമയിലെ തന്നെ മറ്റ് വ്യക്തികളായാലും ദിലീപിനെതിരെ ശക്തമായ പടവാളെടുക്കാൻ കാരണം. എന്റെ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം പറഞ്ഞോളൂ. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, അത് പറഞ്ഞോളൂ. ശ്രീ ലാൽ പറഞ്ഞ പ്രസ്താവന ഞാനും കേട്ടു. ഒരു ദിവസം മാത്രമാണ് ഗോവയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. 10-12 പേര് മാത്രമായിരുന്നു ഷൂട്ടിങ്ങിൽ പങ്കെടുത്തത്. അതപ്പോൾ ഈ പൾസർ സുനിയും ഒപ്പം ഉണ്ടായിരുന്നു. നികേഷ്, ഞാൻ ബാക്ക് ഫയൽ എടുത്ത് നോക്കിയാൽ ലാൽ തന്നെ പറഞ്ഞതുണ്ട്. ഫെബ്രുവരി 18-19 തീയതികളിൽ ലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പൾസർ സുനി എൻ്റെ മകനെ പോലെയായിരുന്നു. എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകന് വലിപ്പമുണ്ടെങ്കിലും പ്രായക്കുറവാണ്, അവന് മകനെ പോലെയായിരുന്നു, അവൻ സത്യസന്ധനായിരുന്നു, അവൻ മാന്യനായിരുന്നു, അവൻ ഇതെന്തിനു ചെയ്തു എന്ന് ലാൽ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു ദിവസം ഗോവയിൽ ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ള സത്യമാണ്. ബാക്കി ഷൂട്ടിംഗ് നടന്നത് കേരളത്തിലാണ്. ആ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പൾസർ സുനി ഡ്രൈവർ കം സഹായിയായി ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നതിന് അവരുടെ പ്രസ്താവനകൾ തെളിവാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നമ്മുടെ പീഡിപ്പിക്കപ്പെട്ട നടിയുമായി ഈ പൾസർ സുനിക്ക് നേരത്തെ മുതലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഞാനോ നികേഷോ ഈ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ മുൻ പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാകും, ഒരു ദിവസത്തെ പരിചയമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ 1 1 2 ആണ് എന്ന് മനസ്സിലാകുന്ന ഒരു മലയാളി തയ്യാറാവില്ല. അത് സാമാന്യ ബുദ്ധിക്കോ നിരക്കുന്നതല്ല എന്നാണ് എനിക്ക് ശ്രീ സജി നന്ദിയാട്ടെ, ഇപ്പോ ദിലീപിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ ശ്രീ സജി നന്ദിയാട്ടെ താങ്കൾ. പക്ഷേ ഇനി അഥവാ ലാൽ തന്നെ, നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ ലാൽ തന്നെ വൈകുന്നേരം ആദ്യം മാധ്യമ പ്രവർത്തകൻ ചെന്ന് കണ്ടപ്പോഴാണ് ലാൽ പറഞ്ഞത് പൾസർ സുനിയും പ്രമുഖ നടിയും തമ്മിൽ ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞതല്ല ദിലീപ് ആവർത്തിച്ചതെന്ന്. വൈകുന്നേരം ആകുമ്പോഴേക്കും ലാൽ പറയുന്നത് ഊഹാപോഹങ്ങളും കഥ പറയാനുമുള്ള ആളല്ല ഞാൻ, അങ്ങനെ കഥയുണ്ടാക്കി പറയേണ്ട കാര്യമല്ല ഇത്, എല്ലാ മനുഷ്യരെയും പോലെ എൻ്റെ മനസ്സിലും ചില കഥകളുണ്ടാകും, ആ തോന്നലുകൾ വെച്ച് ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ്. ശരിയാണ്. ഇപ്പോൾ പ്രമുഖ നടിയുടെ പീഡന കഥയുമായി ബന്ധപ്പെട്ട് സിനിമാക്കാരെ ആരെ വിളിച്ചാലും ഓരോ കഥ അവർക്ക് പറയാനുണ്ടാകും. ദിലീപ് അല്ല എന്ന് പറയുന്നവർ വേറെ പലരിലെയും മേർക്ക് ചാർത്തി കൊടുക്കും, ദിലീപാണ് എന്ന് പറയുന്നവർ ദിലീപിൻ്റെ പഴയ കഥകൾക്ക് ഊന്നൽ നൽകി ഈ കഥ കുറെ കൂടി ചേരുവയോടുകൂടി അവതരിപ്പിച്ചു തരും. പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമല്ല എന്നുള്ളതാണ് ലാലിൻ്റെ നിലപാട്. ശരിയാണ്, അങ്ങനെ ഒരു കഥ ഓരോ മനുഷ്യനെയും പോലെ ലാലിൻ്റെ മനസ്സിലും ഉണ്ടായിരിക്കും. അങ്ങനെ പറയേണ്ട കാര്യമല്ല ഇത്. കാരണം നിങ്ങളുടെ ഒരു സഹപ്രവർത്തക അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഇരയാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ
മനസ്സിലുള്ള കഥകൾ പറഞ്ഞ് പെരുപ്പിക്കുകയല്ല വേണ്ടത്. പകരം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അവരെ നിർത്തുന്നതിന് വേണ്ടി, അവരെ ഇരുകാലിലും നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് വേണ്ടത്. പറഞ്ഞോളൂ വേഗം. നികേഷ്, ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം ദർബാർ ഹാളിന്റെ ഗ്രൗണ്ടിൽ വന്ന ആരാണ് ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത്? ആരാണ്? നിങ്ങൾ ബാക്ക് ഫയൽ എടുക്കൂ. ഈ പെൺകുട്ടിയെ സന്ദർശിച്ച ശേഷം ദർബാർ ഹാളിന്റെ ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും വഴുതി മാറി പോവുക. മാധ്യമങ്ങൾ മുൻനിർത്തിയിരിക്കുന്ന ഒരു വലിയ കുറ്റവാളി ദിലീപാണ് പൊതുമധ്യത്തിൽ ഇത് ചെയ്തത് എന്നൊരു ധാരണ, മുൻധാരണ പരത്തി. അങ്ങനെ ആര് പറയുന്നു? ഞാൻ ദിലീപിനെ എന്തായാലും ഈ ടെലിവിഷൻ ചാനൽ ദിലീപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്നോ പറഞ്ഞിട്ടില്ല. ഇത് രണ്ട് ഭാഗങ്ങളും വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ ഇന്ന് വിമൻ കളക്റ്റീവ് അടക്കമുള്ളവർ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഞാൻ ദയവായി തുടരുക. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജെയിംസ് വടക്കംചേരി, ഇതൊരു വലിയ അപരാധമായി കാണേണ്ടതുണ്ടോ? ഇന്നിപ്പോൾ എന്തൊക്കെയാണ്, ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് പ്രസ്താവനകൾ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതം തോന്നും. ഓരോരുത്തരും വലിയ പക്വമതികളായ ആളുകൾ എന്ന് നമ്മൾ ധരിച്ചിരുന്നവരെല്ലാം തന്നെയും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് വരുന്നത്. അജു വർഗീസ് നടിയുടെ പേര് പറയുന്നു, ഉടനെ തിരുത്തുന്നു. സലിം കുമാർ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പ്രശ്നം തീരുമെന്ന് പറയുന്നു, ഉടനെ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് വിവാദമായപ്പോൾ ഭാഗ്യലക്ഷ്മി വിമൻ കളക്റ്റീവിനെ കുറ്റം പറയുന്നു. ദിലീപ് നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പം നടക്കുന്നവരെ ആരായിരിക്കണമെന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. ലാൽ പറയുന്നു ദിലീപിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. വെപ്രാളവും പരവേശവുമാണ് ആകെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമാക്കാർ എത്തിപ്പെട്ടു പോയി എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ജെയിംസ് വടക്കഞ്ചേരി, ആരും പൊതുവായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. എൻ്റെ ഏരിയ അതൊന്ന് ക്ലീൻ ആക്കി കിട്ടുക. ദിലീപിനെ അനുകൂലിക്കുന്നവരാണെങ്കിൽ ദിലീപിനെ അനുകൂലിക്കുന്നവർ, ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ വിമൻ കളക്റ്റീവ്, സലിം കുമാർ ആണെങ്കിൽ സന്തത സഹചാരിയായ ദിലീപിനെ അവസാന നിമിഷം വരെ സംരക്ഷിക്കുക എന്നത്, അജു വർഗീസിനാണെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ദിലീപ് മാത്രം മുന്നിൽ. അപ്പോൾ ഒരു സഹോദരി അവിടെ പീഡിപ്പിക്കപ്പെട്ടത് കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത്, അതായത് ഈ കേസ് വന്നപ്പോൾ ഇങ്ങനെ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ കേസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള ബോധ്യം വന്നതുകൊണ്ട് ഓരോരുത്തർ ക്ഷമ പറഞ്ഞൊക്കെ പോവുകയാണ്. ഇപ്പം സലീം കുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞത് ഇപ്പം ഇന്നലെയൊക്കെയുള്ള ചർച്ചകളിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയൊന്നും ഈ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നുണപരിശോധന നടത്താൻ നിയമമില്ല. അവിടെ ആകെ നുണപരിശോധന നടത്താൻ പറ്റുന്നത് അക്യൂസ്ഡ് ആയിരിക്കണം. അതായത് ഒരു കേസിലെ കുറ്റാരോപിതൻ അഥവാ പ്രതിയായാൽ മാത്രമേ നുണപരിശോധന നടത്താൻ പറ്റുകയുള്ളൂ. അതല്ലാതെ വാദിക്ക് നുണപരിശോധന നടത്താൻ പറ്റൂല, സാക്ഷിക്ക് നുണപരിശോധന നടത്താൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് സലീം കുമാറിന് മനസ്സിലായി ആ പറഞ്ഞതിന് വലിയ അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമ ചോദിച്ചു. അതുകൊണ്ട് ഈ ഇതര പല ടി വികളിലും നമ്മൾ കാണുന്ന ചാനലുകളിലൊക്കെ ഉള്ള ചർച്ചകളിൽ വിവിധ താല്പര്യമുള്ളതായ ഈ സിനിമാക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി കൊത്തുന്നത് പോലെ ഒരു കോഴിപ്പോര് പോലെ സംസാരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം കേസിനെ വളരെ ദൂഷ്യം ചെയ്യുമെന്നുള്ള ഒരു ബോധ്യം വന്നതുകൊണ്ടും അവർക്കെതിരെ കേസ് വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ വന്നതുകൊണ്ട് ഓരോരുത്തർ പിന്മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിലീപ് ഇവിടെ ആ നിലയിൽ ഈ വിഷയത്തെ പൊതുവായി എല്ലാവരും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ വെപ്രാളപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരവരുടെ ഏരിയയിൽ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത്, ദിലീപിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദിലീപിനെ സഹായിക്കുന്നു, അല്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നു. അതിനനുസരിച്ചൊരു ക്രിയാത്മകമായ 29-ാം തീയതി അമ്മ ചേരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള അനൗപചാരിക ചർച്ചകൾ തുടങ്ങി. നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ
ഇതിനൊക്കെ ആ നിലയിൽ ഒരു കൃത്യമായ പരിണതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ അത്രയും ഒരു മെച്യൂർഡായിട്ടുള്ള സമൂഹമായി സിനിമാക്കാർക്ക് എന്തുകൊണ്ട് മാറാൻ കഴിയുന്നില്ല? ഇങ്ങനെ പലർക്കും പലതരത്തിൽ വിട്ടുകൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതാണ് സിനിമാക്കാരുടെ അഭിപ്രായം എന്ന നിലയിൽ വരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നികേഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദിലീപിന്റെ സുഹൃത്തുക്കൾ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ആരാണ് ദിലീപിന് വേണ്ടി സംസാരിച്ചിരിക്കുന്നത്? ഞാൻ ദിലീപിന്റെ സുഹൃത്തല്ല നികേഷ്. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. സത്യത്തിന്റെ മുഖം ദിലീപിന്റേതാണെങ്കിൽ എന്റെ കുഴപ്പമല്ല. നികേഷ്, ഒരൊറ്റ കാര്യം, ദിലീപിന് വേണ്ടി സംസാരിച്ച എത്ര പേരുണ്ട്? ദിലീപിന്റെ ഫ്രണ്ട്ഷിപ്പ്, ദിലീപിനെ കൊണ്ട് രക്ഷപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരില്ലേ? അവരാരെങ്കിലും ദിലീപിന് വേണ്ടി സംസാരിച്ചായിട്ട് നികേഷ് കേട്ടോ? സിനിമയിൽ നന്ദി എന്ന് പറയുന്ന രണ്ട് വാക്കില്ല നികേഷ്. എല്ലാവർക്കും അവനോനിസം മാത്രമാണ്. അവനോന്റെ ഭാഗം സേഫ് ആക്കുമെന്ന് മാത്രമാണ്. ഇവിടെ ഞാൻ ദിലീപിന്റെ വക്താവല്ല, ഓർഡർലി അല്ല. ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ദിലീപ് അല്ല ഇത് ചെയ്തത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും മാത്രമല്ല, ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോ സീസറിന്റെ ഭാര്യ മാത്രം സംശയത്തിന് അതീതയായ പോരാ, സീസറും സംശയത്തിന് അതീതമാകണം എന്നൊരു ധാർമ്മിക രോഷം. നികേഷിന്റെ പ്രോഗ്രാമിന്റെ ഹെഡിങ് എന്താണ്? എന്റെ ചോര തിളയ്ക്കുന്നു. അത് ധാർമ്മിക രോഷമാണ് നികേഷ്. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ദിലീപായിട്ട് ഫോണിൽ കൂടെ പോലെ ഇന്ന് വരെ സംസാരിച്ചില്ല. സത്യം, എന്റെ ഫോൺ പരിശോധിക്കാം. പക്ഷേ ഇവിടെ ഒരു സത്യം നിലനിൽപ്പുണ്ട്. ദിലീപ് അല്ല ഇത് ചെയ്തത് എന്ന് സിനിമാ ലോകത്തിന് മൊത്തം അറിയാം. ദിലീപിന് എതിരായി കുറെ വൈരാഗ്യമുള്ള ആൾക്കാർ, ഒരു ലോബി അദൃശ്യമായി നിന്നുകൊണ്ട് വലിയൊരു തിരക്കഥ രചിച്ചുകൊണ്ട് ദിലീപിനെ ഒരു പ്രതീകാത്മകമായ പ്രതിയായി നിർത്തിയിരിക്കുകയാണ്. അത് ശരിയല്ല. ഇവിടെ സത്യം ജയിക്കണം. സത്യം ജയിക്കുന്നത് അവസാനമേ ഉള്ളൂ നികേഷ്. സത്യത്തിന്റെ മുഖം ആദ്യം വികൃതമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, അസത്യം എന്ന് പറയുന്നത് ആകാശത്തിന് അനന്ത വികായസിൽ വികാരിക്കുന്ന നക്ഷത്രങ്ങളിടയിൽ പോലെ ഒളിച്ചാലും, നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന അസത്യമേ, നിന്നെ ഞാൻ താഴെ ഇറക്കുമേ എന്ന മഹൽ വചനം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. പിന്നെ ഗീത, സാമൂഹ്യ പ്രവർത്തക, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി പി ഗീത, ദിലീപിന്റെ പരാമർശം, അതേക്കുറിച്ച് വിമൻ കളക്റ്റീവ് അടക്കമുള്ളവരുടെ പ്രതികരണം, അജു വർഗീസ് പേര് പുറത്തുവിട്ടത്, പിന്നീട് അത് പിൻവലിച്ചത്, സലിം കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ്, സലിം കുമാറിന്റെ പിന്നീടുള്ള ഖേദപ്രകടനം, അസ്വാഭാവികമായ രീതിയിൽ ഈ കേസ് പോകുന്നുണ്ടോ? അസ്വാഭാവികം എന്നൊന്ന് പറഞ്ഞുകൂടാ നികേഷ്. കാരണം എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുവരെയുള്ള സ്ത്രീപീഡന കേസുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പോവാറ്. കാരണം ഇരയായിട്ടുള്ള പെണ്ണ് വീണ്ടും വീണ്ടും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, സാമൂഹ്യ സാംസ്കാരിക സാഹചര്യം കേരളത്തിലുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. കാരണം താൻ ആക്രമിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് നടിക്ക് ഇന്നൊരു പോസ്റ്റ് ഇറക്കേണ്ടി വന്നു. കാരണം ആ കുട്ടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ആ ചെയ്ത ആളല്ലാതെ ആര് ചെയ്യിച്ചു എന്നുള്ളത് തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും വേട്ടയാടുകയും വീണ്ടും ഇതിലേക്ക് പുതിയ കഥകളെ ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു താല്പര്യം ആരുടെ ആയിരിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, നടനായിട്ടുള്ള ദിലീപ് പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹം എല്ലാറ്റിനും തയ്യാറാണ്, ബ്രെയിൻ മാപ്പിങ്ങിന് തയ്യാറാണ്, ഗുണപരിശോധനയ്ക്ക് തയ്യാറാണ്. നടക്കട്ടെ, അതെല്ലാം നടക്കട്ടെ. അദ്ദേഹം തയ്യാറായിട്ടുള്ള എല്ലാ സംഗതികളും നടക്കട്ടെ. ആരും അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചയച്ചിട്ടില്ല. ആരും, ഞാനോ നികേഷോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ ദിലീപ് ഇതിൽ പ്രതിയാവണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. കാരണം നമ്മളൊക്കെ ദിലീപിനെ സ്ക്രീനിൽ കണ്ട് സന്തോഷിച്ചവരാണ്. ഇതുപോലെയുള്ള നടന്മാരോ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരോ ഇതിൽ പ്രതിയാവരുത് എന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ കൂടി ആവശ്യമാണ്, നമ്മളുടെ കൂടി അവകാശമാണ്. അത്തരം ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ, അത്തരം ഒരു ഉത്തരവാദിത്വം അന്വേഷകർ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ വിഷയമാണ്. ശരി, വ്യക്തമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇന്നിപ്പോൾ പ്രമുഖ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്താക്കുറിപ്പ് വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തു വന്നത്. കേസുമായി ബന്ധപ്പെട്ട് പലരുടെയും പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത്. ആരെയും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ പോലീസുമായി ഞാൻ ഒന്നും പങ്കുവച്ചിട്ടില്ല.
ആരുടെ പേരും സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ പങ്കുവച്ചിട്ടില്ല എന്നാണ്. അതായത് ഇതുവരെയുള്ള പ്രമുഖ നടിയുടെ മൊഴിയിൽ ആരുടെയും പേര് വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ എന്നോട് ഇങ്ങനെ ശത്രുതയുള്ള ആളുകളുണ്ട് എന്നും അവരുടെ കൈവഴികളായിരിക്കാം ഈ പൾസർ സുനിയായി രൂപാന്തരം പ്രാപിച്ചത്. ആ നിലയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ നിലയിലുള്ള ചർച്ചകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നടി തന്നെ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദിലീപിൻ്റെ പക്ഷം പറയുന്നത് പോലെ കേൾക്കുന്നത് മുഴുവൻ പോലീസിൻ്റേത് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് മുഴുവൻ കെട്ടുകഥകളാണ്. പറയൂ ശ്രീ ജോർജ് ജോസഫ്, താങ്കളോട് തന്നെ. അല്ല, നമുക്ക് ഇത് നമുക്ക് എന്തായാലും ഈ സിനിമാക്കാരെ എന്തോ പറയട്ടെ, അതല്ല ഇവിടെ കാര്യം. ഈ പോലീസ് ഈ കേസ് ആദ്യം പോലെ അന്വേഷിച്ച ശേഷം അതിനകത്തൊരു 120B ഒരു ഗൂഢാലോചനയുണ്ട്. ആ കുറ്റച്ചാർജ് കോടതി കൊടുക്കുമ്പം ആ ഗൂഢാലോചന അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് യാതൊരു സംശയമില്ല. അത് ദിലീപിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ശത്രുക്കളോ ആരോ ആയിക്കോട്ടെ, പോലീസ് ഇപ്പോൾ ഒരു റൈറ്റ് ട്രാക്കിൽ കൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അത് പറയുകയാണ്. അങ്ങനെ അങ്ങ് പോട്ടെ, കാര്യങ്ങൾ വെളിച്ചിട്ട് പോട്ടെ. പക്ഷേ ഇതിനകത്തൊരു മോട്ടീവ് ഉണ്ട്. അത് ആർക്കാണോ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് പോലീസ് കണ്ടുപിടിക്കണം. ആ പെൺകുട്ടി ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിന് ആരാണ് ഇത് ചെയ്യിച്ചതെന്ന് അറിയില്ല. പക്ഷേ സിനിമാ ലോകത്ത് ആദ്യത്തെ ആ കണ്ണീർ വീഴ്ത്തി കഴിഞ്ഞ ശേഷം നാളതുവരെ ആ കുട്ടിയുടെ വേദന എന്താണെന്ന് ഈ സിനിമയിൽ ആരും പറയുന്നില്ല. എല്ലാവരും ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വേദന എത്ര ക്രൂരമായിട്ടാണ്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന അന്വേഷണങ്ങളെ കുറിച്ച് വരുന്ന കഥകൾ, ഉപകഥകൾ, അതേക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ 2 പേരെ പോലീസ് പിടിച്ചതായി പറയുന്നു. അവരെ അർദ്ധരാത്രി പിടിക്കുന്നു, ഉടനെ തന്നെ റിമാൻഡ് ചെയ്യുന്നു. വിഷ്ണു, സനൽ എന്നവർ. ഇതിൽ വിഷ്ണുവിന് എതിരായിട്ടുള്ള കുറ്റം എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ, പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നത് വിഷ്ണു പൾസർ സുനിക്ക് വേണ്ടി ദിലീപിൻ്റെ PA-യെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെയും ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വിഷ്ണു ആരാണ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. ഈ പറയുന്ന ഫോട്ടോയിൽ കാണുന്ന വിഷ്ണു തന്നെയാണോ യഥാർത്ഥത്തിൽ പോലീസ് പിടിച്ചതെന്നത് സംബന്ധിച്ച് നമുക്ക് യാതൊരു വ്യക്തതയില്ല. പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ഫോട്ടോ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സനൽ കത്ത് എഴുതാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ പറയുന്ന 2 പേജുകളിൽ താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ശ്രീ ജോർജ് ജോസഫ്. ഒരു വെട്ടും കുത്തുമില്ലാത്ത 2 പേജുള്ള കത്ത്, താങ്കൾ ആ കത്ത് കൃത്യമായി വായിച്ചിട്ടുള്ളതാണ്. വളരെ സ്ഫടികം പോലെ എഴുതി കൃത്യമായ രീതിയിൽ ഭാഷാ നൈപുണ്യത്തോടു കൂടി അങ്ങ് എഴുതി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ജയിലിലിരുന്നു കൊണ്ട് സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന നിലയിൽ അതങ്ങനെ എഴുതി പോകുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ അതിൻ്റെ ഫ്ലോ പോവുകയാണ്. ഇതിനൊന്നും സംബന്ധിച്ച് പോലീസ് യാതൊരു വിശദീകരണവും നൽകുന്നില്ല. എല്ലാം കഥകളാണ്, അല്ലെങ്കിൽ എല്ലാം ഇൻഫർമേഷൻസായി മാധ്യമങ്ങളിലൂടെ വരുന്നതാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ചാർജ് കൊടുത്ത്, ഞാൻ അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എൻ്റെ അനുഭവത്തിൽ വെച്ച് ചാർജ് കൊടുത്ത ശേഷം ഒരു 4 മാസമായി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതി പൾസർ സുനി ദിലീപിലേക്ക് അന്വേഷണം കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള നീക്കം നടത്തുന്നത്. അത് എന്താണെന്ന് മനസ്സിലാകണം നമ്മൾ. അത് എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പം ആ 4 മാസം ഒരു കുറ്റച്ചാർജ് കൊടുത്ത ശേഷം ഇനി പോലീസ് അന്വേഷണം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് പതുക്കെ നീക്കം തുടങ്ങിയിരിക്കുന്നത്. അത് ഇപ്പം ദിലീപിൻ്റെ വെർഷൻ അനുസരിച്ച് ദിലീപ് പറഞ്ഞ ജീവൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയത് ആകാം. അതും പോലീസ് പരിശോധിക്കണം. കാരണം ദിലീപിന് ആ ലെറ്ററിനകത്ത് ഒരു ഭീഷണിയുടെ സ്വരം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് ദിലീപാണ് ഈ കുറ്റം ചെയ്തതെന്ന് അതിൻ്റെ അത് പറയുന്നുമില്ല. അതേ സമയത്ത് ഒരു കൊട്ടേഷൻ എടുക്കുന്ന ആള് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊട്ടേഷൻ സക്സസ്ഫുള്ളായി. അതേസമയത്ത് ഈ ഒരു കൊട്ടേഷൻ എടുത്ത ആള് ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തി എന്ന് വന്നു കഴിഞ്ഞാൽ ആ കൊട്ടേഷൻ സക്സസ്. പക്ഷെ ആളിൻ്റെ പേര് പറയാത്തോടത്തോളം പറയാതിരിക്കുന്നതാണ് ആ കൊട്ടേഷൻ്റെ സ്വഭാവം. പറയാതിരിക്കുമ്പോഴാണ് 1.5 കോടി രൂപ കിട്ടുന്നതെന്നാണ്.
അപ്പം പറയാതിരിക്കുന്നിടത്തോളം കാലമേ ആ പണം കിട്ടുള്ളൂ. പറഞ്ഞു പോയാൽ ആ പണം കിട്ടൂല. അപ്പം ഈ പൾസർ സുനിയുടെ മൈൻഡ്, അദ്ദേഹം 3-4 സ്നാച്ചിങ് കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ സഹതടവുകാർ 100 അതിലും സ്നാച്ചിങ് കേസ് വലിയ പ്രതിയാണ് വിഷ്ണു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം ഒരു സഹതടവുകാരൻ്റെ അടുത്ത് പറയുന്നത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് തന്നെ തോന്നുള്ളൂ. അത് വെളിയിൽ വന്നു കഴിയുമ്പോൾ, അത് നിയമത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത്, അത് വെളിയിലിട്ടാണ് വന്നു കഴിഞ്ഞു. ഇപ്പം വന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് പോലീസ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് നേരത്തെ പറയണേ, ഈ കേസിന്റെ തുടക്കത്തിൽ മുതൽ ദിലീപിനെ ആവശ്യമില്ലാതെ വലിച്ചിഴയ്ക്കുകയോ ദിലീപിന്റെ പേര് ചാനലിൽ കൂടെയും പത്രങ്ങളിൽ കൂടെയും കേരളം മുഴുവൻ ടോക്കായി. അന്ന് ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ദിലീപ് നിരവാദിയായിരുന്നെങ്കിൽ അന്ന് അത് പറയണമായിരുന്നു. അതിന് പറയാനുള്ള അവസരം ദിലീപിനുണ്ട്. ഇന്ന് ദിലീപ് ഇതൊരു ഒരു 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 കൊട്ടേഷനാണ് എന്ന് ദിലീപിനെ കുറ്റവാളിയാക്കാൻ ഒരു കൊട്ടേഷൻ കൊടുത്താണെങ്കിൽ, അങ്ങനെ ഒരു അറിവ് ദിലീപിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് അത് പോലീസുമായിട്ട് സഹകരിക്കണം, അത് കൊടുക്കണം. കാരണം അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. വേറെ DGPക്ക് അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ ഇനി ഇത് റീഓപ്പൺ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അദ്ദേഹത്തിന് ഒരു അതിനോട് സഹകരിക്കുക. അതിനെ സഹായിച്ച് നിരപരാധിയെങ്കിൽ രക്ഷപ്പെട്ടുപോയിട്ട് ആരാണ് ഇത് ചെയ്തതെന്ന്. പക്ഷെ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല, ഇതൊരു കൊട്ടേഷൻ തന്നെയാണ്. ആ കൊട്ടേഷൻ ആണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ആ പെൺകുട്ടി അനുഭവിച്ച വേദനയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. ജോർജ് ജോസഫ്, ഇതൊരു കൊട്ടേഷൻ ആണ് എന്നുള്ള താങ്കളുടെ ഒരു അന്വേഷണ ജീവിതത്തിൽ ഉള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ കരുതുന്നു ഇത് കൊട്ടേഷനാണ്, അതിന്റെ യഥാർത്ഥ പ്രതികൾ പിടിക്കണം, ആ പെൺകുട്ടി അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ശ്രീ സജി നന്ദിയാട്ട്, ഇവിടെ ദിലീപ് ചെയ്യേണ്ടത് എന്താണ്? ദിലീപ് ചെയ്യേണ്ടത് CBI അന്വേഷണം വേണം, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകാം എന്ന് പറയുന്നതിന് പകരം അതൊന്നും മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ല പറയേണ്ടത്. പകരം അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെയോ അല്ലെങ്കിൽ കോടതിയിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് 2.5 മാസം മുമ്പ് ദിലീപ് പോലീസിന് DGPക്ക് ഒരു പരാതി നൽകി മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കോടതി കൊടുത്തിരുന്നെങ്കിൽ ഒരു FIR ആയി രൂപാന്തരം പ്രാപിച്ച് ഇന്ന് അതിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയേനെ. ഇന്നിപ്പോൾ CBI അന്വേഷണം വേണമെന്നാണ് ദിലീപ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്കറിയാം CBI അന്വേഷണം എങ്ങനെയാണ്. മാധ്യമങ്ങളിൽ കൂടെ പറഞ്ഞാൽ അല്ല വരിക, പകരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെടുമ്പോഴാണത് സംഭവിക്കുക. ഇത് രണ്ടും ചെയ്യാതെയാണ് ഈ വീമ്പിളക്കൽ. ദിലീപിനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് അതൊക്കെ. എങ്കിലും ചോദ്യം ആപേക്ഷികമാണെങ്കിലും ഞാൻ അതിനെ സാമാന്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം തന്നെയാണ്, ഒരു സംശയം ആർക്കും വേണ്ട. രണ്ടാമത്, ഇതാര് ചെയ്തു? ഞാൻ നികേഷോട് മുമ്പേ പറഞ്ഞ ഭാഗത്ത് നികേഷ് ഒന്ന് സ്ലിപ്പായോ എന്ന് എനിക്ക് സംശയമുണ്ട്, ക്ഷമിക്കണം എന്നോട്. മഞ്ജു വാര്യരാണ് ആദ്യമായി പറയുന്നത് ഈ പെൺകുട്ടിയെ സന്ദർശിച്ച ശേഷം ദർബാർ ഹാളിന്റെ ഗ്രൗണ്ടിൽ വെച്ച്. നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, എടുത്തോ, ഇതിൽ ഗൂഢാലോചനയുണ്ട്. എന്ത് മഞ്ജു വാര്യരോട് ചോദിച്ചില്ല ആ ഗൂഢാലോചന എന്താണെന്ന്? മഞ്ജു വാര്യർക്ക് ആ സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കും. മഞ്ജു വാര്യർ ഇതിനകത്ത് ഇന്നസെന്റ് ആണ്, ഒരിക്കലും ഒരു ഉദരം ഉണ്ടാക്കുന്ന ആളല്ല, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആൾ തന്നെ. ഞാൻ ആ വേഷൻസിൽ നിന്ന് വേറൊരു കാര്യത്തേക്ക് വരട്ടെ. ഞങ്ങൾ ഇപ്പോൾ കേരള സംസ്ഥാനത്തിൽ പൊതുവായ സംസാരമാണ്, അത് ഞാൻ ചാനലിൽ കൂടെ പറയാം. പൾസർ സുനിക്ക് 3.5 മാസക്കാലമായി ജാമ്യം ലഭിക്കുന്നില്ല. എന്താണ്? പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും അതിനെ എതിർക്കുന്നു. ഓക്കെ, ആ സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ലഭിച്ച നിയമോപദേശം എന്താണെന്നറിയാമോ? ഇതായത് ദിലീപിന്റെ പേരാണ് അന്തരീക്ഷം നിലനിൽക്കുന്നത്. അപ്പോൾ ദിലീപിന്റെ പേര് പറയുക, അതോടൊപ്പം തന്നെ പൾസർ സുനി മാപ്പ് സാക്ഷിയായി മാറുക. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ അനുസരിച്ച് പ്രേരണ കുറ്റമാണ് ഏറ്റവും വലിയ കുറ്റം. അങ്ങനെ രക്ഷപ്പെടാൻ പൾസർ സുനി കാണിച്ച ഒരു തരികിടയാണ് ഇത് എന്നൊരു ഭാഷ്യം കൂടെ ഇതിന് കൊടുത്തുകൂടെ നികേഷ്? ഞാൻ നമ്മുടെ സാമാന്യ ബുദ്ധിയിലേക്ക് അപ്പോൾ മാപ്പ് സാക്ഷി ആയിക്കൊണ്ട് പൾസർ സുനി മാറുക. രണ്ട് ഭാഗമായിട്ടുണ്ടല്ലോ എന്തായാലും. ശ്രീ ജോർജ് ജോസഫ്, ഇത് പൾസർ സുനിയുടെ തരികിട ആയിക്കൂടെ എന്നാണ് സ്വാഭാവികമായ നിലയിൽ സ്വാഭാവികത വരുത്തിക്കൊണ്ട് ശ്രീ സജി നന്ദിയാട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഇവരെ ആരെയും പരിചയമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഒരു മോട്ടീവ്, ഈ മോട്ടീവ് പോലീസ് കണ്ടുപിടിക്കണം. ഒരു മോട്ടീവ് ഉണ്ട്. ആർക്കാണ് ആ മോട്ടീവ്? ഇതിനകത്ത് ഒരു എവിഡൻസ് ആക്ട് സെക്ഷൻ 8 എന്ന് പറഞ്ഞ ഒരെണ്ണം കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്നത് മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് കോണ്ടക്ട്, സബ്സിക്വന്റ് കോണ്ടക്ട്. അതിനകത്ത് 4 കാര്യങ്ങളാണ്. മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ അത് മഞ്ജു വാര്യരെയും ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ കുട്ടിയെയും ക്വസ്റ്റ്യൻ ചെയ്യണം. ആരാണ് ആ കുട്ടിയുടെ ശത്രു? അത് കണ്ടുപിടിക്കണം.
അപ്പോൾ അതാണ് പോലീസ് ചെയ്യേണ്ടത്. ഞാൻ പല ചർച്ചയിലും അത് പറയുന്നുണ്ട്. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. ശത്രു ഉണ്ടെങ്കിൽ അത് ആര്, അത് ആ കുട്ടിക്ക് ഒരു 10 പേരുടെ പേര് പറയാം, അതിനകത്ത് ആരാണ് പ്രോബബിൾ എന്ന് പോലീസ് കണ്ടുപിടിക്കണം. മഞ്ജു വാര്യർക്ക് പറയാനുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദിലീപിന് ശത്രു ഉണ്ടെങ്കിൽ ദിലീപ് അത് പറഞ്ഞു കൊടുക്കണം പോലീസിന്. ഇതാണ് ഒരു റൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. ഇതൊരു സ്റ്റണ്ട് സിനിമയാണ്, അവാർഡ് സിനിമയല്ല. സജീവൻ പറയാം. ആ രീതിയിലോട്ട് പെരുമാറി ഞാനും അദ്ദേഹവും തമ്മിൽ 7ാമത്തെ ചർച്ചയാണിത്. ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറും ഞാനിവിടെ പങ്കെടുക്കുന്ന 7ാമത്തെ ചർച്ച. പലപ്പോഴും എന്റെ ലോജിക്കിനോട് യോജിച്ചിട്ടുണ്ട് പല ചർച്ചകളിലും. അല്ല, ഞാൻ പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെ പറ. ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ ആരാണ് ആദ്യം പറഞ്ഞത്? സാറ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളവള വർത്താനമല്ലല്ലോ സാർ. ഞാൻ ഡയറക്റ്റ് ചോദിക്കുക. സാറ് ധാർമ്മികോഷമുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. സാറിനോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേരള പൊതുസമൂഹത്തിൽ ആരാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് ഇതിൽ നിഗൂഢതയുണ്ട്? ആരാ പറഞ്ഞത്? മഞ്ജു വാര്യരല്ലേ? എന്റെ സാർ അങ്ങോട്ട് പോകാൻ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ്. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. 2, ഞാൻ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് സാറ് എന്താ വിഴുങ്ങിക്കളയുന്നു. ഈ പൾസർ സുനി 3.5 മാസമായി തനിക്ക് ജാമ്യം ലഭിക്കുന്നില്ല. അപ്പോൾ ജാമ്യം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദിലീപാണ് പൊതു അന്തരീക്ഷത്തിൽ ഇവിടുത്തെ പ്രതി. ആ ദിലീപിനെ അങ്ങോട്ട് പ്രതിയാണെന്ന് പറഞ്ഞിട്ട്, ദിലീപ് കാരണമാണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് മാപ്പ് സാക്ഷിയാകാൻ നടത്തിയ ശ്രമമാണെന്ന് ഞാൻ സംശയിച്ചാൽ അത് തെറ്റ് പറയാൻ പറ്റുമോ സാർ? നിയമജ്ഞനൂടെയല്ലേ സാർ? ഒന്ന് മറുപടി പറഞ്ഞു തന്നെ. ഇല്ല സജി, അതിനോട് യോജിക്കാൻ പറ്റൂല. അതിന് യോജിക്കാൻ പറ്റൂല. ഈ ഞാൻ പറയുന്നത് കേട്ടോളൂ സജി, ഞാൻ പറയുന്നത് കേട്ടോളൂ. ഈ കേസ് ചാർജ് കൊടുത്ത ശേഷം ഒരു ലെറ്റർ ദിലീപിന്റെ കയ്യിലോട്ട് വന്ന ശേഷം, അതിനെപ്പറ്റി നോളജ് വന്ന ശേഷമാണ് ദിലീപ് DGPക്ക് പരാതി കൊടുക്കുന്നത്. ഏപ്രിൽ 20-ാം തീയതി. ആ പരാതി കൊടുത്തിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കണമായിരുന്നു. ആയിക്കോട്ടെ, പരാതി കൊടുത്തിട്ട് മിണ്ടാതിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ദിലീപ് ഒരു ഡിഫൻസിലോട്ട് പോകേണ്ടി വരുന്നത്. അപ്പം അത് ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്തില്ല? തിരക്കുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ജീവിതത്തിൽ വലിയ ഒരു ചലനം സൃഷ്ടിക്കുന്ന ഒരു കേസിലോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം നിരപരാധിയെങ്കിൽ ആ പോലീസിനോട് ഇനിയും സഹകരിക്കണം. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ആരാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു ക്രിമിനൽ, പൾസറിനെ പോലെ ഒരു ക്രിമിനല് ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട്, ഇപ്പം ഞാനാണ് ആ കുറ്റം ചെയ്തെങ്കിൽ, ഞാനാണ് കൊട്ടേഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് 1.5 കോടി രൂപ കിട്ടുന്നതിനുള്ള മാർഗ്ഗമേ ഞാൻ നോക്കുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതൊരു സൈലന്റ് ആയിട്ട് പോകുമെന്നാണ് വിചാരിച്ച. മാർട്ടിൻ എന്ന് പറയുന്ന ആള്, അയാളെ സംശയിച്ചേയും PT തോമസ് സംശയിച്ചെടുത്ത് മൂലമാണ് കഥ മാറിയത്. അല്ലെങ്കിൽ ഇത് സൈലന്റ് ആയിട്ട് പോകും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് പൾസർ സുനിയുടെ ഇരിക്കും. അത് ചിലപ്പോൾ എന്നും അയാൾ തന്നെയാണ് ഇത് ചെയ്തെങ്കിൽ എന്നും ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അത് വേറൊരാളുടെ കൈവശമാണ് കിട്ടില്ല, അയാൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം. അതൊക്കെ നമ്മൾ ആലോചിക്കും. നമ്മൾ അടിസ്ഥാനപരമായിട്ട് അവിടെ മൂലമാണ് അന്വേഷണം. ആദ്യത്തെ അന്വേഷണത്തിനകത്ത് ചില നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ, പ്രമുഖ നടിക്ക് ഒരു സംഭവം ഉണ്ടായപ്പോൾ പല സിനിമാ പ്രവർത്തകരും മുന്നോട്ട് വന്ന് പറയുകയുണ്ടായി, നേരത്തെയും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതാരും അറിഞ്ഞിട്ടില്ല എന്ന്. ഇതേ പൾസർ സുനിയുടെ പേരിൽ അത്തരത്തിൽ ആക്ഷേപമുണ്ട്. അതാണ് ഇന്ന് ലാൽ പറയുന്നത്. സിനിമയിലെ ഒരാൾക്ക് സംഭവിച്ചതുകൊണ്ട് സിനിമയിലെ പോലൊരു ക്ലൈമാക്സ് എല്ലാവരും തേടുന്നു. അതായത് വലിയ ദുഷ്ടനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റോ രാഷ്ട്രീയക്കാരനോ ഇതിന് പിന്നാലുണ്ടാകണം, അങ്ങനെ ഒരു കഥയല്ലാതെ ആളുകൾ സ്വീകരിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ട്യൂണിങ് ആളുകളുടെ മനസ്സിലുണ്ടായിപ്പോയി എന്നാണ് പറയുന്നത്. ആ നിലയിൽ നേരത്തെ സംഭവിച്ചത് അതേപോലെ ഇവരിൽ മാത്രമായി ഒതുങ്ങുകയും, എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് അന്നത് അറിയാത്തത് കൊണ്ട് അതവിടെ അവസാനിക്കുകയും, ഇന്ന് സംഭവിച്ചതിന് നമുക്ക് എല്ലാ കഥകളും ഓരോന്നോരോന്നായി പുറത്തു വരികയും അത് ഈ നിലയിൽ ഇവോൾവ് ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ വലിയൊരു ക്ലൈമാക്സ് ആഗ്രഹിക്കുന്നതാണോ നമ്മളെല്ലാവരും തന്നെ? ഇല്ല, അതില്ല. പോലീസ് എന്തായാലും ഒരു റൈറ്റ് ട്രാക്കിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ സമയം എടുക്കും. അതിനകത്ത് പോലീസിനടുത്ത് ദിലീപ് സഹകരിക്കുക, ദിലീപിന് പറയാനുള്ള അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുക. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെയും പോയി. കാരണം ഇത് കേരള പോലീസ് ഇത് ഫർദറായിട്ട് എവിഡൻസ് വന്നില്ലെങ്കിൽ ഇത് CBIയിലോട്ട് പോകും. അത് എനിക്ക് സംശയം അതാണ്. അപ്പോൾ അതിലോട്ട് പോകാതെ നമുക്ക് ഇവിടെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണം. ദിലീപ് നല്ല നടനായിട്ട് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന നടനാണ്. അയാൾക്ക് ഇതിനകത്ത് ഇന്നസെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ കല്ലും നെല്ലും തെളിയിക്കണമെങ്കിൽ പോലീസിനോട് സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. പക്ഷം ചേർന്ന് പറയാൻ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഗ്രൂപ്പ്, ഞാൻ നേരത്തെ അത് പറഞ്ഞ സിനിമയിലെ അമ്മയിലെ 3-4 ഗ്രൂപ്പുകളുണ്ട്.
അപ്പോൾ അവരൊക്കെ പലരും പലരെ സൈഡ് പിടിക്കും. അപ്പോൾ അതല്ല പറയണം, ഒരു റൈറ്റായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് സിനിമാക്കാർ സഹകരിക്കേണ്ടത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം തന്നെ വിമൻ ഇൻ അവരെ കളക്റ്റീവ് ഫോറം എന്ന് പറഞ്ഞ ആ സംഘടനകളൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സിനിമാക്കാർ അങ്ങനെയുള്ള പറച്ചിലൊക്കെ നിർത്ത്. നമുക്കിതിൻ്റെ ആളെ കണ്ടുപിടിക്കാൻ സഹായിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല പോകുന്നത്. നമ്മളെപ്പോലെ ഒരാൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കോടതിയോ പരിശോധിക്കുമ്പോൾ മോട്ടീവ് നോക്കും. ശരി ശരി. ശ്രീ ജെയിംസ് വടക്കംചേരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേര് പറയുന്നു, അത് പിന്നീട് ഖേദം പ്രകടിപ്പിച്ച് പിൻവലിക്കുന്നു. ഒരു അതിക്രമത്തെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നിയമത്തിന് മുന്നിൽ കുറ്റകരമാണ്. അതും ഇവിടെ സംഭവിക്കുന്നു. അതിനൊന്നും കൃത്യമായിട്ടുള്ള വിശദീകരണം പോലും നൽകാതെ ഇപ്പോഴും മാധ്യമങ്ങളിൽ തട്ടിക്കളിക്കുന്നു. നമുക്കറിയാം, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിക്രമത്തിന് ഇരയായിട്ടുള്ളവരെ പൂർണ്ണമായും സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് സംരക്ഷിക്കുന്ന ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷെ സിനിമാ മേഖലയിൽ നിന്നാകുമ്പോൾ അത് ഈ നിലയിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി ആ കമ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരായി കടന്നുകൂടുന്ന ഒരു പ്രത്യേക രീതിയാണ് കാണുന്നത്. അവിടേക്ക് നിയമം പോലും കടന്നു വരുന്നില്ല. ഇപ്പം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ പരാതിക്ക് പോലീസ് ഏത് നിലയിലാണ് അതിന് മറുപടിയുമായി പോകുന്നതെന്ന് വ്യക്തമല്ല. ഈ നിലയിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും പോലീസ് വേണ്ടത്ര ഇടപെടുന്നില്ല എന്നതൊരു വിഷയമായി നമ്മൾ ഉയർത്തേണ്ടത് തന്നെയല്ലേ? ഇത് നാളെ വേറൊരു പെൺകുട്ടിക്ക് സംഭവിച്ചാൽ സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് നമുക്ക് എതിർത്തേ പറ്റൂ. അത് ഇവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് നിർത്തലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു തിയറിയാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്, മാധ്യമങ്ങളായിട്ട് ഷെയർ ചെയ്യാനല്ല പറയുന്നത്. ഈ ചർച്ചകളെല്ലാം വരുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളും പോലീസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ പോലീസിലേക്ക് പോകാതെ ഫേസ്ബുക്കിൽ കൂടിയാണ് വർത്തമാനം പറയുന്നത്, ഫേസ്ബുക്കിൽ കൂടിയാണ് അവർ ഓരോരുത്തർ കുറ്റം പറയുന്നത്. സിനിമ ഈ ടെലിവിഷനിൽ വന്നിട്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇപ്പം ദിലീപിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ദിലീപ് ഇന്നലെ പറയാനുള്ളതായ കാര്യം എന്തുകൊണ്ട് പോലീസ് ഷെയർ ചെയ്യുന്നില്ല? ദിലീപ് പറയുന്നത്, ഞാൻ ഈ പൾസർ സുനിയെ അറിയില്ല, എനിക്ക് യാതൊരു ബന്ധമില്ല, ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്ന് ഞാൻ നോക്കിയിട്ടേ കോണ്ടാക്ട് ചെയ്യുള്ളൂ, അതുകൊണ്ട് എനിക്ക് പൾസർ സുനിയുമായിട്ട് ഞാൻ ബന്ധമില്ല എന്ന് ദിലീപ് മാധ്യമങ്ങളിലല്ല പറയേണ്ടത്. ഇറ്റ്സ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. പോലീസിൽ പോട്ടെ, പോലീസിൽ ചെന്നിട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ പറയട്ടെ എനിക്ക് ഇന്നത് പറയാനുണ്ട്, എന്നിട്ട് പറയട്ടെ ഇത് തെളിയിക്കാൻ നിങ്ങൾ എന്തിന് എന്ത് സഹകരണം ഉണ്ടാകും, അതിന് നിങ്ങൾ വേണമെങ്കിൽ ഒരു കൺഫ്രണ്ടിങ് എൻക്വയറി നടത്തിയാൽ ആ പറഞ്ഞതായ പൾസർ സുനിയെ അവിടെ ഇരുത്തിയിട്ട് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരടുത്ത് പോകുന്നതിന് പകരം ഇതുപോലെ മാധ്യമങ്ങളിലും ടി വിയിലും, കാരണം ഇവരൊക്കെ ഈ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇവർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടും. പക്ഷെ അതല്ല ഇൻവെസ്റ്റിഗേഷൻ. നിയമാനുസരിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ അടുത്ത് പറയുക. ഇപ്പം ദിലീപിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം DGPയുടെ അടുത്തേക്ക് പോയി. ഈ ആളുകൾ മുഴുവനും ഇതുപോലെയുള്ള പരാതിയുമായിട്ട് DGPയുടെ അടുത്തേക്ക് പോയാൽ DGP കഷ്ടപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ചാൽ DGP ഇരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാനല്ല, DGPയുടെ അടുത്ത് കൊടുത്താൽ DGP അത് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യണത്. അതിനൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ആരും പോയാലും DGPയുടെ അടുത്തേക്ക് പോകാറില്ല. അതുകൊണ്ട് വമ്പന്മാരാണ് എന്ന് കരുതിയിട്ട് ഞാൻ വലിയ ആളുകളുടെ അടുത്തേക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെട്ടതായ ഉദ്യോഗസ്ഥന്റെ അടുത്താണ് വാസ്തവത്തിൽ ഈ പരാതി അന്ന് കൊടുക്കേണ്ടത്. ഈ പ്രമുഖ നടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികളെ പിടിക്കുകയും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന തെളിയിക്കേണ്ടതും ഇന്ന് ആരെക്കാളും ആവശ്യം ദിലീപിനാണ് എന്നെല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ദിലീപിനോട് ആ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്നൊരു കേസായിട്ടായിരിക്കരുത് ദിലീപ് ഏറ്റെടുക്കുന്നത്,
പകരം ദിലീപിന് ഇക്കാര്യത്തിൽ ഉറപ്പുണ്ട് എങ്കിൽ ദിലീപ് താനില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പോലീസ് അന്വേഷണത്തിലൂടെ അത് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു ഔട്ട്കമ്മിന് ശ്രമിക്കണം. അത് ഞാൻ ചെയ്യുമെന്ന് ദിലീപ് ഇതേ പരിപാടിയിൽ ഇതേ സമയത്ത് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ദിലീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനുള്ള നിയമപരമായ മാർഗ്ഗങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അതിലേക്ക് ദിലീപ് ഇതുവരെ പോയിട്ടില്ല. അതിലിപ്പോൾ സലിം കുമാറിൻ്റെ കാര്യത്തിലായാലും അജു വർഗീസിൻ്റെ കാര്യത്തിലായാലും ലാൽ ജോസിൻ്റെ കാര്യത്തിലായാലും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വന്ന് ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്ക് ദിലീപ് പോകുന്നത് ദിലീപിൻ്റെ ഇപ്പോഴത്തെ കേസിനെ ബലപ്പെടുത്തുമോ, അല്ലെങ്കിൽ അത് ദിലീപിന് ഗുണകരമാണോ? ദിലീപിന് എന്തോ ഈ പെൺകുട്ടിയുമായി സ്പർദ്ധയുണ്ട്, അല്ലെങ്കിൽ ദിലീപ് ഈ പെൺകുട്ടിയുമായി വലിയ ശത്രുതയിലാണ് എന്ന് തോന്നലല്ലേ ഉണ്ടാക്കുന്നത്? മണ്ടത്തരങ്ങളല്ലേ ദിലീപ് വിളിച്ചു പറയുന്നത്? അല്ല, ഞാൻ ഈ കൂട്ടുകൂടുമ്പോൾ നോക്കി കൂട്ടുകൂടണമെന്നൊക്കെ പറയുന്നത് ഒരു പെങ്ങളോടുള്ള ഒരു സാരോപദേശമായിട്ടാണ് ഞാൻ കണ്ടത്, അല്ലാതെ അതിനകത്തൊരു ധാർഷ്ട്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നികേഷ് പറഞ്ഞല്ലോ പ്രതികളെ അറസ്റ്റ് ചെയ്ത്, ഇതിനകത്ത് ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ നികേഷ്. ഗൂഢാലോചന ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല, ഉണ്ടോ? ഇപ്പോൾ ഈ വന്ന 2 കത്തില്ലേ, ഈ വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞു, ജിൻസന്റെ കാര്യം പറഞ്ഞു. നികേഷ് ഇപ്പോൾ എറണാകുളത്ത് സംസാരിക്കുന്ന 2 വിഷ്ണുമാരുണ്ടെന്നാ അറിയാവോ? ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ പ്രതികൾ 2 പേരുടെ മൊഴി മജിസ്ട്രേറ്റിൽ രേഖപ്പെടുത്തിയാൽ ഈ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഈ ജഡ്ജ് ഈ മൊഴി ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് മുഖവിലക്കെടുക്കുമെന്ന് എന്റെ ചെറിയ നിയമപരിജ്ഞാനം എന്നെ അത് മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല. 2, ഇവിടെ ചെയ്ത ഗൂഢാലോചന പുറത്തു വന്നിട്ടില്ല. ഞാൻ വെച്ചുവെക്കുന്നു, ഗൂഢാലോചന പുറത്തു വരുത്തിടത്തോളം കാലം ഈ കേസ് തെളിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിന്റെ പരമപ്രധാനമായ ചങ്ക് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആ മൊബൈലാണ്. ആ മൊബൈലിലെ ഇൻകമിങ് ഔട്ട് ഗോയിങ് കോളുകളല്ല നികേഷ്, മറിച്ച് അതിന്റെ പിക്ചറുകളായിരുന്നു. മലയാള സിനിമയിൽ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് മറ്റ് പിക്ചറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണോ ഈ പിക്ചർ പോലീസിനെ ലഭിച്ചാൽ ദോഷം വരുന്നത്, അവർ അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കാം. അതല്ലെങ്കിൽ സജി നന്ദിയാട്ട്. ഇപ്പോൾ സംവിധായകൻ ലാൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഷിലാൽ, കഴിഞ്ഞ ദിവസം ദിലീപ് താങ്കളെ ഉദ്ധരിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതെന്താണ് എന്ന് താങ്കൾക്കറിയാം. അക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് 2 തവണയായി താങ്കൾ നൽകിയെങ്കിൽ പോലും രണ്ടിലും വൈരുദ്ധ്യമുണ്ടോ? അതായത് ആദ്യം പറഞ്ഞത് ഒരു ദിവസമാണ് പ്രമുഖ നടിയും പൾസർ സുനിയും തമ്മിൽ അറിയുന്നത് എന്ന്, പിന്നീട് ദിലീപ് ആ നിലയിലായിരിക്കില്ല പറഞ്ഞത് എന്ന് കുറെ കൂടി മയപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു വിശദീകരണം കൃത്യമായി നൽകാമോ? ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ പൾസർ സുനി ഇവിടെ എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു ഡ്രൈവറായിട്ട് കുറച്ച് ദിവസങ്ങളിൽ. ആ ദിവസങ്ങളിലെന്ന് പറഞ്ഞ ഒരുപാട് പേരും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയില് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് പാച്ച് വർക്ക്. അത് ആ പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ ബീച്ചിലിരിക്കുന്ന പടം തുറക്കുന്ന സമയത്തുള്ള കുറച്ച് ഷോട്ട്സ് ഉണ്ട്. അതെടുക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂണിറ്റ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ 10-12 പേരാണ് മൊത്തം ഇവിടെ നിന്ന് പോയത്. അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്യാമറ മാത്രം എടുത്തുകൊണ്ട് അല്ലാണ്ടൊരു ജനറേറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയപ്പോൾ ഇവരൊക്കെ ബാക്കിയുള്ള ഒരു ഫ്ലൈറ്റിലും ട്രെയിനിലുമായിട്ട് പോയി. കുറച്ച് ക്യാമറ മെറ്റീരിയൽസ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒരു കാറ് ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോയായിരുന്നു. ആ കാർ ഓടിച്ചിരുന്നത് സുനിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ബീച്ചിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ബോട്ടിൽ പോയിട്ട് ചെറിയ ഐലൻഡ് പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ സഹായിക്കുന്നവരുടെ കൂട്ടത്തില് ഈ സുനി ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും അവരവര്, കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അത് അദ്ദേഹം വിശദീകരിച്ച് വരികയായിരുന്നു. ഒരു ദിവസമാണ് ഗോവയിലുണ്ടായിരുന്നത്, ഇവിടെ കുറേ ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ്. ശ്രീ സജി നന്ദിയാട്ട്, അപ്പോൾ ലാലിനെ നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം. പക്ഷേ ലാൽ പറഞ്ഞു വരുന്നത് ഇവിടെയും അവിടെയുമായി ഏതാണ്ട് 1 മാസത്തെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല ശരിക്കും പറഞ്ഞാൽ. എന്നാൽ പോലും ആ നിലയിലൊരു ദിലീപ് എന്താണോ ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ നിലയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ലാൽ പറഞ്ഞു വരുന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ഒരു ദിവസം ഗോവയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ബാക്കി ദിവസം കേരളത്തിലുണ്ടാകും. സ്വാഭാവികമായും അവർക്ക് നല്ല പരിചയം ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹം അതിൻ്റെ വേഷം നമുക്ക് വിശ്വസിക്കാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നിലവിൽ ഇത് ചെയ്യിച്ചയാള് മലയാള സിനിമയിലുണ്ട്. ആ ആള് അത് വളരെ നമുക്കറിയാം. അദ്ദേഹം
ഇവിടെ പ്രത്യക്ഷപ്പെടാതെ അത് ഇരുട്ടിന് മറവിൽ നിന്നുകൊണ്ടാണ് ഇത് കളിക്കുന്നത്. വലിയൊരു തിരക്കഥ ഇവിടെ രചിക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാലോ, ദിലീപിന് സ്വാതന്ത്ര്യമുള്ള ഒരു ലൊക്കേഷനിൽ വെച്ചാണ് ഇത് സംഭവങ്ങൾ. നമുക്ക് ദിലീപാണെന്ന് ഊഹിക്കാം. ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. കാരണം ദിലീപിന് സ്വാധീനമുള്ള ഒരു ലൊക്കേഷൻ അല്ല ഇത്, മനസ്സിലാക്കണം. രണ്ട്, ദിലീപ് ഒരു മണ്ടനല്ല. ഇത്രയും ഒരു സൗഭാഗ്യങ്ങളിൽ നിൽക്കുന്ന ഒരാള് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ മലയാള സിനിമയിൽ ആർക്കും ആവില്ല. പിന്നെ നമുക്ക് പ്രതിസ്ഥാനത്തിങ്ങനെ ദിലീപിനെ നിർത്താം. ഞാൻ പറഞ്ഞല്ലോ, എസ് എൻ സ്വാമിയുടെ സിനിമയിൽ അങ്ങനെയാ, ഒരു പ്രതിസ്ഥാനത്ത് ഒരാൾ കാണും, പക്ഷെ ക്ലൈമാക്സ് വരുമ്പോ ഉണ്ടല്ലോ, യഥാർത്ഥ പ്രതി നല്ല അന്വേഷണത്തിലൂടെ, ഞാൻ പറഞ്ഞ IGP സഞ്ജയ് പോലെ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ കൃത്യമായി പ്രതി വെളി വരും. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു. മരിക്കാൻ നേരം സ്വന്തം പട്ടിയെ മറ്റുള്ളവർ വേട്ടയാടാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച് കൊന്നു. അതിനുശേഷം മരിച്ചപ്പോ ഒരു ഫോട്ടോ കെട്ടിപ്പിടിച്ച് അദ്ദേഹം മരിച്ചത്. അന്ന് 1.5 വർഷക്കാലം ഇതുപോലെയുള്ള മാധ്യമ വിചാരണ നടന്നു അലക്സാണ്ടർ ചക്രവർത്തി. അത് ആരായിരുന്നു? ജെന്നിഫർ ആയിരുന്നു, കാമുകിയായിരുന്നു, വെപ്പാട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആത്മാവിനെ പോലും 1.5 വർഷക്കാലം ലോകം വെറുതെ വിട്ടില്ല. പക്ഷെ DNA ടെസ്റ്റ് വെളി വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? സ്വന്തം പെറ്റതള്ളയുടെ ഫോട്ടോ ആയിരുന്നു. അറിയാമോ? അപ്പോൾ ലോകം മുഴുവൻ അലക്സാണ്ടർ ചക്രവർത്തിയോട് സോറി പറഞ്ഞു. ഈ അന്നത്തെ പത്രസികൾ, മഞ്ഞപ്പത്രക്കാർ അന്ന് ലജ്ജിച്ച് തല താഴ്ത്തി. അത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസ് അന്വേഷണം കൃത്യമായി പോവുകയാണ്. നമ്മൾ ഈ പറയുന്നതെല്ലാം പോലീസിന് പുറത്താണ്. പോലീസ് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പോലീസ് ഇനിയിപ്പോൾ ദിലീപ് നാളെ ഷൂട്ടിംഗ് കഴിച്ച് തിരിച്ചു വരുന്നു, 29-ാം തീയതി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മൊഴിയെടുപ്പ് പൂർത്തിയാകും. ദിലീപിൻ്റെ പരാതി സംബന്ധിച്ച് പോലീസിന് ധാരണയുണ്ട്. ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സജി നന്ദിയാട്ടും അക്കാര്യത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കുറച്ചുകൂടി വിശദാംശങ്ങൾ നൽകി. 2 വിഷ്ണുമാരുണ്ട് എറണാകുളത്ത് എന്ന്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ പോലീസ് അന്വേഷിക്കുകയോ പോലീസ് അതിൻ്റെ പിന്നാലെ പോവുകയോ ഒക്കെ ചെയ്തോളട്ടെ. കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ് എങ്കിൽ നമുക്ക് ലാല് പറഞ്ഞതുപോലെ ഒരു ക്ലൈമാക്സ്, ഒരു ഉഗ്രൻ ക്ലൈമാക്സ്, ആ ക്ലൈമാക്സ് കിട്ടും. ഇതിനകത്ത് ദിലീപ് ഉൾപ്പെട്ടാലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഉഗ്രൻ ക്ലൈമാക്സ് തന്നെയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് സിനിമയിൽ നിന്നൊക്കെ തന്നെയും വലിയ തരത്തിൽ ശ്രദ്ധ മാറിപ്പോയി എന്ന് വേണം കരുതാവുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ പോകുന്നത്. ഇവിടെ ദിലീപിനെ ഉൾപ്പെടുത്താൻ പോലീസിന് കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായും കരുത്തനായ ഒരു ദിലീപ് തിരിച്ചു വരില്ലേ? ആ നിലയിൽ ഒരു നല്ല തിരക്കഥയുടെ നല്ല ക്ലൈമാക്സ് തന്നെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എനിക്ക് അത്തരം പ്രതീക്ഷയൊന്നുമില്ല. ദിലീപ് ഇന്നസെന്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഞാൻ ദിലീപ് ഇന്നസെന്റ് ആണെന്നോ ദിലീപ് കുറ്റക്കാരനാണെന്നോ പറഞ്ഞിട്ടില്ല, പരിചയമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടായാലും നല്ലൊരു ക്ലൈമാക്സ് ആയിരിക്കും അത്. അപ്പൊ അദ്ദേഹം പോലീസുമായിട്ട് 29-ാം തീയതി പോലീസുമായിട്ട് സഹകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യം. പിന്നെ അത് ജെയിംസ് വടക്കാഞ്ചേരി പറഞ്ഞു, അത് ഷെയർഡ് ഇൻവെസ്റ്റിഗേഷനാണ്. തീർച്ചയായിട്ടും ആ നീക്കം നല്ലതാണ്. നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ അത് നേരത്തെ DGPക്ക് അല്ലായിരുന്നു കൊടുക്കേണ്ടത്. അത് ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺസേൺഡ് ഓഫീസർക്ക് കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ SP-ക്ക് കൊടുത്തിട്ട് അത് മുന്നോട്ട് പോകണമായിരുന്നു. അത് ചെയ്തില്ല. നല്ല അഡ്വൈസ് കിട്ടിയില്ല ആ കാര്യത്തിൽ ദിലീപിന്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ദിലീപ് പറയാനുള്ള കാര്യങ്ങൾ ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പരിചയമില്ല എന്നുള്ള കാര്യം പോലീസിൽ പറയട്ടെ. നമുക്ക് ഈ ചാനൽ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ആശ്വസിച്ച്. എങ്കിൽ തന്നെയും ഇതിനകത്ത് സജി നന്ദിയാട്ട് പോലും ഇതൊരു കൊട്ടേഷൻ ആണെന്ന് സമ്മതിക്കുന്നുണ്ട്. സിനിമാ രംഗത്തുള്ളവരെല്ലാം ഇതൊരു കൊട്ടേഷനാണ്, അത് സംശയമില്ല. അതാ ഞാൻ ആദ്യം പോലെ പറയുന്നത്, ഇതൊരു കൊട്ടേഷനാണ്. ആരാണ് ആ കൊട്ടേഷൻ നടപ്പാക്കിയെന്ന് നോക്കണം. ആ കൊട്ടേഷന് മോട്ടീവ് വേണം. അത് ദിലീപിനെ നശിപ്പിക്കാനാണോ അതോ ദിലീപ് ചെയ്യിച്ചാണോ? ഇതെല്ലാം ഒരു മോട്ടീവ് വേണം. അത് മോട്ടീവ് കൃത്യം അറിയണമെങ്കിൽ ആ പീഡനത്തിന് വിധേയമായ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും പോലീസ് ചോദിക്കണം. അവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കണം. അതേ സമയത്ത് മഞ്ജു വാര്യർ അവരെ ചോദിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോലീസ് നീങ്ങണം ഇനി. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു, ഇപ്പം നല്ല കറക്റ്റ് ട്രാക്കിൽ പോലീസ് പോകുന്നുണ്ട്. ഈ 2 പേരെ അറസ്റ്റ് ചെയ്തത് ആ ജയിലിൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജയിലിലേക്ക് മൊബൈൽ ഫോൺ കടത്തിയതും അങ്ങനെയുള്ള കാര്യത്തിന് തന്നെയാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത്. അല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ആ ലെറ്റർ പൾസർ സുനി അത് ആരെ കൊണ്ട് എഴുതിച്ചോട്ടെ, അതിനകത്ത് വാക്കുകൾക്കൊന്നും അല്ല പ്രശസ്തി. അതിനകത്ത് ഇതുവരെ അതൊരു ബുദ്ധിപൂർവ്വ നീക്കമാണ്. ഇതുവരെ ആ ലെറ്ററിനകത്ത് ഇത് ദിലീപാണ് ചെയ്തതെന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല.
ദിലീപായിട്ടുള്ള ഇൻറ്റിമസി, അടുപ്പം, സ്നേഹം, അതേപോലെ തന്നെ 300 രൂപ അയച്ചു കൊടുക്കണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ചില ഇൻഡിക്കേഷൻസ് സൗണ്ട് സോമ പോലെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് എന്ത് പറയാനുണ്ട്, അതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ. അതിന് സംശയം ആരെയാണ് ദിലീപിനുള്ളത് അവരുടെ പേരും പറഞ്ഞു കൊടുക്കുക. അത് പോലീസിന് പറഞ്ഞു, പോലീസ് അന്വേഷിക്കട്ടെ, നമുക്ക് നോക്കാം. റൈറ്റ്. ശ്രീ സജി നന്ദിയാട്ട്, അത് തന്നെയാണ്, നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല ഈ വിഷയത്തിൽ. സാർ, അല്ല, അതിനു മുമ്പായിട്ട് റിട്ടയർഡ് SP അദ്ദേഹത്തോടൊരു കാര്യം, ദിലീപാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ സാർ. പ്രസവ വാർഡിന്റെ പ്രായത്തിൽ സ്ത്രീകൾ എഴുതേണ്ട കാര്യമില്ല സാർ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടന്റെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. സാർ, ഇതൊരു വലിയ തിരക്കഥയാ സാർ. സാറ് ഞാനത് പറഞ്ഞതിന്റെ കാര്യമുണ്ട്. സാറ് കുറച്ചുകൂടെ ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. ചേട്ടന്റെ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ജോർജ് ഏട്ടൻ പൂരം വരെയുള്ള കാര്യങ്ങൾ, സൗണ്ട് തോമ മുതൽ, ഇതൊക്കെ എനിക്ക് മുൻപരിചയമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള തരികിടകളാ. ഇതിന്റെ പുറകിൽ വലിയൊരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട് സാർ. ആ ലെറ്ററിൽ എഴുതിയത് പൾസസൂരി അല്ലല്ലോ സാർ. അപ്പൊ പൾസസൂരിയുടെ ബുദ്ധിയല്ല സാർ, വേറെ ആരുടെ ബുദ്ധിയാ സാർ? പൾസസൂരി ഇവിടെ ചട്ടുകമാണ് സാർ, ദോശമാവും ദോശക്കല്ലും വേറെയാണ് സാർ. അതാണ് നിഗൂഢത, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആള് വെളിയിൽ വരും. മനസ്സിലായോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു 1000 ചിരാതുകൾ കത്തിച്ചു വെച്ച വെള്ളി വെളിച്ചത്തിൽ ദിലീപ് എന്ന സത്യത്തിന്റെ മുഖം ഇവിടെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചോ? നവമാധ്യമങ്ങള് മിനിഞ്ഞാന്ന് വരെ നവമാധ്യമങ്ങൾ ദിലീപിനെതിരെ പൊങ്കാല ഇടുകയായിരുന്നു. ഇന്ന് 2 ദിവസം സാർ നവമാധ്യമം ശ്രദ്ധിക്ക്, ഇവിടുത്തെ ചെറുപ്പക്കാർ തിരിഞ്ഞിരിക്കുന്നു. എന്നോട് പോലും ഇന്ന് പറഞ്ഞു ചോദിച്ചു, ദിലീപ് അല്ലേ? അയ്യോ, ഞങ്ങൾ അങ്ങനെ ധരിച്ചു, ഇപ്പൊ മനസ്സിലായി ദിലീപ് അല്ലത്. നമ്മുടെ കേരള പൊതുസമൂഹത്തെ വിഡ്ഢിയാക്കാൻ പറ്റില്ല സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവുകൊണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ശ്രീ ജോർജ് ജോസഫ്, ശ്രീമതി P. ഗീത, ജെയിംസ് വടക്കഞ്ചേരി, നന്ദി. ന്യൂസ് ലൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.